കലിപൂണ്ട് കവിഞ്ഞൊഴുകിയ ഗംഗ ബീഹാറിന്റെ 1/3 ഭാഗത്തെ ജനജീവിതം താറുമാറാക്കിയപ്പോൾ നദി ഇരച്ചു കയറിയ വീടുകൾ ഉപേക്ഷിച്ച് അരപ്പൊക്കം വെള്ളത്തിലൂടെ നടന്നു നീങ്ങുന്ന ഭഗൽപൂർ നിവാസികളുടെ കണ്ണുകളിൽ കാണുന്നത് കടുത്ത അരക്ഷിതാവസ്ഥയാണ്. കഴിഞ്ഞ 10 ദിവസങ്ങളായി ബീഹാറിലെ ഭഗൽപൂർ, പട്ന, ബംഗുസാരായി, വൈശാലി, ഖഖാരിയ, സരൺ, മുൻഗർ തുടങ്ങിയ 12 ജില്ലകളാണ് വെള്ളപ്പൊക്ക ദുരിതത്തിലായത്. 10 മരണങ്ങൾ ഇതിനോടകം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 100-ലധികം വീടുകൾ തകർന്നു. നിരവധി കന്നുകാലികൾ ചത്തൊടുങ്ങി. കൃഷികൾ നശിച്ചു. പല ട്രെയിനുകളും വഴിതിരിച്ചു വിട്ടു. റോഡുകൾ തകർന്നു. നിരത്തുകളിൽ കൂടെ ഇപ്പോൾ ബോട്ടിലോ വള്ളത്തിലോ മാത്രമേ സഞ്ചാരം സാധ്യമാകൂ. ഇങ്ങനെ ബീഹാർ വെള്ളപ്പൊക്കം ഉണ്ടാക്കിയ നാശനഷ്ടങ്ങൾ അനവധിയാണ്. 600-ലധികം സ്കൂളുകൾ അടച്ചിടാനും പരീക്ഷകൾ മാറ്റിവെക്കാനും അധികാരികൾ ഉത്തരവിട്ടു. സ്കൂളുകളിലേക്ക് എപ്പോൾ തിരികെ എത്താനാകുമെന്ന ആശങ്കയിലാണ് വിദ്യാർത്ഥികൾ. വീടുകളിൽ നിന്ന് വെള്ളമിറങ്ങും വരെ ഞങ്ങൾക്ക് അതിജീവിച്ചേ പറ്റൂ, ഒരു പ്രദേശവാസി പറഞ്ഞു. किसी तरह से गुजर कर रहे हम लोग, चाहते हैं मत हट जाएगा तो लेकिन खाना मिलेगा हम लोग को। दिन से पानी घर में घेरा हुआ है, बाल बच्चा भूखले मर रहा है। अब मुखिया आए जाकर वार्ड कुछ नहीं कर रहा है. 8 ദുരിതാശ്വാസ ക്യാമ്പുകളും 329 കമ്മ്യൂണിറ്റി കിച്ചണുകളും നിലവിൽ ദുരിത മേഖലാ പ്രദേശങ്ങളിൽ ഉൾപ്പെടുന്ന 12 ജില്ലകളിലും പ്രവർത്തിക്കുന്നുണ്ട്. പുണ്യവാഹിനിയായ ഗംഗ കലിപൂണ്ട് കരകയറിയ ഇടങ്ങളിൽ 1400ഓളം വള്ളങ്ങളും 20 ബോട്ട് ആംബുലൻസുകളുമാണ് വിന്യസിച്ചിരിക്കുന്നത്.